അങ്ങനെ രാത്രി മൊത്തം ട്രാവൽ ചെയ്ത് നമ്മളിത് മണാലി എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ നേരെ ചെന്ന് റൂം എടുത്ത് ചെക്ക് ഇൻ ചെയ്ത് ബാഗ്സൊക്കെ അവിടെ അടുത്തുള്ള സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. അവിടെ എത്തിയപ്പോഴത്തെ ഇവരാണ് കേട്ടോ മെയിൻ. എല്ലായിടത്തിലും ഡോഗ്സിനെ നമുക്ക് കാണാം. അങ്ങനെ ഇവള് കുറേ നേരം ഇവന്റെ പിന്നാലെ തിരിഞ്ഞു കളിച്ചെങ്കിലും ആളങ്ങോട്ട് വഴങ്ങിയില്ല, തൽപര കക്ഷിയല്ല. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഹഡിംബ ടെമ്പിളിലേക്ക് പോവാം, അതാണ് അടുത്തുള്ളത്. അപ്പോൾ ഈ ഒരുപാട് പൈൻ ട്രീസിന്റെ ഇടയിൽ കൂടെ വേണം നമ്മൾ നടന്നിട്ട് ഹഡിംബ ടെമ്പിളിലേക്ക് എത്താൻ. പാരലൽ റോഡ് ഉണ്ട്, പക്ഷെ നമുക്ക് ഇതിലേ പോവാം, ഇതാണ് രസം. അങ്ങനെ ഒരുപാട് ദൂരം നടന്നിട്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനൊന്ന് സൈഡിലൂടെ പൊക്കോട്ടെ ചേച്ചിന്ന് ചോദിച്ച ഒരാൾ സൈഡിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഹഡിംബ ടെമ്പിളിൽ എത്തി. കയറിയപ്പോൾ കുറച്ച് റഷൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, നമ്മൾ കുറച്ച് ലൈനൊക്കെ നിന്ന് വേണമെങ്കിൽ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാം. പിന്നെ തിരിഞ്ഞളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ടത്. ഇത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പോയി അതും ട്രൈ ചെയ്തു. എപ്പോഴും ഈ റീൽസിലും ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇന്നായിക്കോട്ടെ എന്ന്. എൻ്റെ അടുത്ത് നിന്നൊക്കെ ഒരുപാട് പെൺകുട്ടികളും ചെക്കന്മാരും ഒക്കെ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ മൊയിലിന് നമ്മൾ എക്സ്ട്രാ ഒരു 30 രൂപ 50 രൂപ എന്തോ കൊടുത്തിട്ട് അവരെ വാങ്ങി നമുക്ക് ഫോട്ടോസ് എടുക്കാം. പിന്നെ ഒരുപാട് ആൾക്കാർ ഹാപ്പി ആയിട്ട് കളിക്കുന്നുണ്ട്. പെട്ടെന്ന് ഈ മക്കൾ കയറി വന്നിട്ട് ചേച്ചി ഞങ്ങളെ നടുവിൽ നിന്ന് ഫോട്ടോ എടുക്കുമോ ചോദിച്ചു. പിള്ളേരൊരു ആഗ്രഹമല്ലേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നല്ല വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി വിശന്ന് തുടങ്ങിയപ്പോഴേ അങ്ങനെ ഞങ്ങൾ ആ സ്ട്രീറ്റിൽ വീണ്ടും പോയി അവിടുന്ന് മാഗിയൊക്കെ വാങ്ങി കഴിച്ചു. നല്ല അടിപൊളി മാഗി. പിന്നെ ഈ സ്ട്രീറ്റിൽ ഒരുപാട് സ്ട്രീറ്റിൽ ഒരുപാട് ഷോപ്പുകളുണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ. അതായത് ഫുഡിന്, ഷോപ്പിങ്ങിന്. സാധാരണ ഫാൻസി കടകളൊക്കെ കാണുമ്പോൾ ഞാനാ ചാടിക്കറാറ്, ഇത് ഇവൻ എന്തിനാണോ പോണേ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി കുറച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. ആദ്യം വാങ്ങിയ സാധനം തന്നെ പക്കാ ഫ്ലോപ്പായി. പിന്നെ കുറച്ച് സ്വീറ്റ്സിലേക്ക് കിടക്കാമെന്ന് കരുതി. സ്വീറ്റ്സ് എനിക്ക് അത്ര ഇഷ്ടമല്ല, എന്നാലും എല്ലാത്തിനും ഫസ്റ്റ് ബൈറ്റ് എടുത്തത് ഞാനാട്ടോ. പിന്നെ ഈ ഒരു സാധനം കുടിച്ചപ്പോഴത്തേക്ക് നാവ് അങ്ങോട്ട് പൊള്ളി തരുത്ത് പോയി. പിന്നെ റോഡിന്റെ നടുവിൽ ഞങ്ങളുടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വേറെ എന്തോ ആവശ്യത്തിന് ഒരു ഫാൻസി കടയിൽ കയറിയപ്പം എന്റെ ഇയർ റിംഗ് ആക്കണമെന്നൊരു ആഗ്രഹം തോന്നിയപ്പം ഞാൻ എന്റെ 4th ഇയറിംഗ് അങ്ങോട്ട് സ്റ്റഡ് അങ്ങോട്ട് റിംഗ് ആക്കി. അങ്ങനെ പിന്നെ ഒരു സിൽവറിന്റെ ചെയിൻ കണ്ടപ്പോൾ അത് എനിക്ക് എടുത്തു തരണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. അങ്ങനെ ഞങ്ങൾ അതും വാങ്ങി. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടയർഡായി ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി തിരിച്ചു പോകാമെന്ന് വെച്ചപ്പോഴത്തേക്കാണ് ഈ സാധനങ്ങൾ കണ്ടത്. ഇത് കണ്ടപ്പോൾ വീണ്ടും അവൻ കുറേ അതും നോക്കി നിന്നു. പിന്നെ എനിക്കിതിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ നല്ല വിട്ടു. എനിക്ക് താല്പര്യമുള്ളത് പോകണം. പെട്ടെന്ന് ഇവിടുന്ന് കുറച്ച് സ്കൈ ഷോട്ട്സ് ഒക്കെ വന്നു. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ തൂങ്ങാൻ പോയി. ഗുഡ് നൈറ്റ്.